ഇന്ന് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് +2 ഹിസ്റ്ററിയിലെ 10ാമത്തെ ചാപ്റ്ററാണ്. കൊളോണിയലിസം അറ്റ് ദ കൺട്രി സൈഡ്. കൊളോണിയലിസവും ഗ്രാമപ്രദേശവും ഔദ്യോഗിക രേഖാലയങ്ങളിലൂടെ ഒരു അന്വേഷണം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഗ്രാമങ്ങളിൽ നടപ്പിലാക്കിയ ഭൂനികുതി നയങ്ങളും അതിന്റെ ഫലമായി ഉയർന്നു വന്ന വിവിധ വിഭാഗങ്ങളും അവരുടെ ചെറുത്തുനിൽപ്പുകളുമാണ് ഈ പാഠഭാഗത്തിൽ വിശദീകരിക്കുന്നത്. കൊളോണിയലിസ ഗ്രാമപ്രദേശങ്ങളിൽ പല മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പല പുതിയ നികുതി നയങ്ങൾ ഗ്രാമങ്ങളിൽ നടപ്പിലാക്കി. ഈ നയങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയുണ്ടായി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഏകീകൃതമായൊരു നിയമവ്യവസ്ഥയെ നടപ്പിലാക്കി. ഇത് പലരെയും കുടിയൊഴിപ്പിക്കുന്നതിനും ഭൂരഹിതരാക്കുന്നതിനും കാരണമായി. ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി നയങ്ങളും അവരുടെ നിയമവ്യവസ്ഥയെ കർഷകരെ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരുടെ കാൽ കീഴിലെത്തിക്കുകയാണ് ഉണ്ടായത് കേട്ടോ. ഈ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഗോത്രവിഭാഗത്തിലെ ജനങ്ങൾ ഈ നിയമങ്ങളെ വെല്ലുവിളിക്കാൻ തീരുമാനിച്ചു. കോളനി വാഴ്ചയ്ക്കെതിരെ ധാരാളം ചെറുത്തുനിൽപ്പുകൾ ഈ കാലഘട്ടത്തിലുണ്ടായി. ആർക്കെതിരെ? കോളനി വാഴ്ചയ്ക്കെതിരെയും മണി ലെൻഡേഴ്സിനെതിരെയും സെമീന്ദാർക്കെതിരെയും ധാരാളം ചെറുത്തുനിൽപ്പുകൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുകയുണ്ടായി. കൊളോണിയലിസ ഗ്രാമപ്രദേശങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളുടെ ചരിത്രം പുനർനിർമ്മിക്കാൻ ചരിത്രകാരന്മാർ ഉപയോഗിക്കുന്ന സോഴ്സുകൾ ഏതെല്ലാം എന്നാണ്. റവന്യൂ രേഖകൾ, സർവേ റിപ്പോർട്ടുകൾ, ജേണലുകൾ, സഞ്ചാരികളുടെ വിവരണങ്ങൾ, അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ തുടങ്ങിയവയാണ് ചരിത്രകാരന്മാർ ഉപയോഗിക്കുന്ന സ്രോതസ്സുകൾ. അപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് കൊളോണിയലിസ ഗ്രാമപ്രദേശങ്ങൾ കൊണ്ടുവന്നത് എന്നതിനെ കുറിച്ചാണ്. അതിൽ ഫസ്റ്റ് ഹെഡിങ് ആയിട്ട് പറയുന്നത് ബംഗാളും അവിടുത്തെ സെമീന്ദാർമാരെ കുറിച്ചാണ്. കൊളോണിയൽ ഭരണം ആദ്യമായി സ്ഥാപിക്കപ്പെട്ടത് ബംഗാളിലാണ്. 1764 ബാക്സർ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ബംഗാളിന്റെ അവകാശികളായി മാറി. അപ്പോൾ ബാറ്റിൽ ഓഫ് ബക്സർ എന്നാണ് 1764. ബ്രിട്ടീഷുകാരുടെ പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിച്ചത് ബംഗാളിലാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, പെർമനന്റ് സെറ്റിൽമെന്റ്, അതിനെയാണ് നമ്മൾ സെമീന്ദാരി സമ്പ്രദായം എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. പെർമനന്റ് സെറ്റിൽമെന്റ് ആൾസോ നോൺ ആസ് സെമീന്ദാരി സിസ്റ്റം. അപ്പോൾ പെർമനന്റ് സെറ്റിൽമെന്റ്, റൈറ്റ് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം തുടങ്ങിയ ഭൂനികുതി നിയമങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പാസ്സാക്കുകയുണ്ടായി. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ആദ്യം നടപ്പിലാക്കിയ ബംഗാളിലും ബീഹാറിലുമാണ്. നെക്സ്റ്റ് സബ് ഹെഡിങ് ആയിട്ട് പറയുന്നത് ബർദ്വാനിലെ ലേലത്തിനെ കുറിച്ചാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ബർദ്വാനിലെ ലേലത്തിന്റെ പ്രസക്തി വിശദീകരിക്കുക. അതിലെ കള്ളക്കളി എന്തായിരുന്നു? ഇതൊരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1797 ബർദ്വാനിൽ ഒരു ലേലം നടന്നു.